നമ്മളിപ്പം ഞങ്ങൾ ചെയ്താലും ആര് ചെയ്താലും നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില ഈ പറയുന്ന സ്ട്രക്ചറായിട്ടുള്ള പറയാം കുറച്ച് ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. വൺസ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നാളെ ഒരു വിഷയം തന്നെയാണ്, ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ലാബിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ബീം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വീടിൻ്റെ റെനോവേഷൻ വർക്ക് ഓൺ ഗോയിങ് ആണ്. അപ്പം ഇവിടെ ഫ്രണ്ടിലൊരു ബെഡ്റൂം വളരെ ചെറിയ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടൊരു ബെഡ്റൂം ആയിരുന്നു. അവിടെ ഇപ്പം ബെഡ്റൂമിൻ്റെ റൂമൊക്കെ ഒന്ന് വലുതാക്കി, ഞങ്ങൾ അവിടെ ഒരു റൂമൊക്കെ ഒന്ന് വലുതാക്കി കൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പം എൻ്റെ ക്ലയൻറ്റിന് വീണ്ടും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഒരു ബേ വിൻഡോ വേണമെന്നുള്ളത്. ആ ബേ വിൻഡോൻ്റെ വർക്കിൻ്റെ ബേസ് ചെയ്ത് ഞാനിവിടെ ഇൻസ്പെക്ഷന് വന്നേക്കുവാണ്. അത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഞങ്ങൾക്ക് വർക്കുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ക്ലയൻറ്റ് താമസിക്കുന്നത് കൊണ്ട് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിലാണ് വർക്ക് ആദ്യം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിനകത്തൂടെ ആൾക്കാർക്ക് പോവാതെ തന്നെ വെളിയിൽ കൂടെ പോകാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഒരു ടെമ്പററി സ്റ്റെയറാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ആർക്കും വീട്ടിനകത്തൂടെ ആർക്കും മൂവ് ചെയ്യേണ്ട, അപ്പം താഴെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഈ ടെമ്പററി സ്റ്റെയർ നമുക്കിത് വർക്ക് കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ റെനോവേഷൻ ചെയ്യുമ്പം താഴെ കൂടെ തന്നെ കയറാതെ തന്നെ മേളിൽ കൂടിയും നമുക്ക് കയറിപ്പോവാൻ പറ്റും. ഈ റൂമിലാണ് നമ്മൾ ആക്ച്വലി ബേ വിൻഡോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഈ റൂമിനകത്ത് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്ത് വന്നതാണ്. അപ്പോഴാണ് ക്ലയൻറ്റിന് ഒരു ആഗ്രഹം വന്നത് ഒരു ബേ വിൻഡോ ഇവിടെ വേണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ബേ വിൻഡോയ്ക്കുള്ള വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബേ വിൻഡോ ചെയ്യാനായിട്ടുള്ള സ്റ്റീൽ വർക്കൊക്കെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. ആ സ്റ്റീൽ വർക്ക് ഞാൻ ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ഉണ്ടായ എനിക്ക് സംശയവും അവർ ചെയ്തതിൻ്റെ മിസ്റ്റേക്സും കൂടെ ഞാൻ നോക്കിയിട്ട് അത് ചെയ്തത് ശരിയായിട്ടില്ല, അതിനെ നമുക്ക് ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാനുണ്ട്. ആ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ കോൺക്രീറ്റ് ഫിനിഷ് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞങ്ങൾ ചെയ്താലും ആര് ചെയ്താലും നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില ഈ പറയുന്ന സ്ട്രക്ചറായിട്ടുള്ള പറയാം കുറച്ച് ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. വൺസ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നാളെ ഒരു വിഷയം തന്നെയാണ്, ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ലാബിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ബീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലാബ് ഈ ബീമുമായിട്ട് പ്രോപ്പർ കണക്റ്റഡ് ആയിരിക്കണം. അപ്പം ഇത് ആക്ച്വലി ഈ ബേ വിൻഡോ 2 മീറ്റർ ലെന്ത് ഉണ്ട്. 2 മീറ്ററാണ് ഈ ബേ വിൻഡോയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നത്. ആ 2 മീറ്റർ സ്ലാബിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലോങ് ബീം, ഈ വോള് മൊത്തത്തിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ലോങ് ബീം നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ആ ബീമിനകത്താണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ സ്റ്റീൽസ് നമ്മൾ 8mm ആണെങ്കിലും 16mm സ്റ്റീലാണെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ കണക്ട് ചെയ്തു ഇതിൻ്റെ മുകളിലാണ് ഈ സ്റ്റീലിനെ കൊണ്ടുവച്ചേക്കുന്നത്. പക്ഷേ ഇങ്ങനെ മുകളിൽ കൊണ്ടുവച്ചാൽ മാത്രം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ റിങ് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ, ഈ താഴത്തെ 16mm സ്റ്റീലിൻ്റെ അടിയിൽ കൂടെ തന്നെ അവിടുന്ന് C ഷേപ്പിൽ മേളിൽ കൂടെ കൊണ്ടുവന്ന് ഇതിനെ ഇവിടുന്ന് കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് എല്ലാ സ്റ്റീലും പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബലമായിട്ട് ഈ സ്ലാബിന് കിട്ടും. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിന് മുകളിൽ 2 സൈഡ് ബേ വിൻഡോ അല്ലേ, ബോക്സ് വർക്കാണ്, സൈഡിൽ ബ്രിക്ക് വർക്ക് വരുന്നു, അതിൻ്റെ മുകളിൽ സ്ലാബ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വെയിറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ആ വെയിറ്റ് കൂടുന്നത് കൊണ്ട് നമ്മൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളതിനെ ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇന്നല്ല ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഇതിനകത്ത് ക്രാക്കൊക്കെ വന്ന് ചാൻസ് ഉള്ളത്. സോ അത് കൂടാതെ ഇവിടെ ഒരു ബ്രിക്ക് വർക്ക് മേലോട്ട് പോകുന്നുണ്ട്, ഇവിടെ ഒരു ബ്രിക്ക് വർക്ക് മേലോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടെ ഒരു കൺസീൽഡ് ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ഇവിടെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ കൺസീൽഡ് ബീം പ്രൊവൈഡ് ചെയ്ത് അവിടെയും കൊടുക്കണം, ഈ എൻഡിലും കൊടുത്ത് നമ്മൾ എത്ര ബ്രിക്ക് ഏത് വീതിക്കാണ് എത്ര കനത്തിലാണ് നമ്മൾ മേലോട്ട് സ്ലാബ് വോൾ കെട്ടി മുമ്പോട്ട് പോകുന്നത് അത്രയും വീതിക്ക് തന്നെ ഒരു കൺസീൽഡ് ബീം നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിക്ക് കെട്ടി മേളിൽ സ്ലാബ് വാർക്കുമ്പം നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഇതിനൊരു പ്രശ്നമോ ഒരു കംപ്ലയിൻറ്റോ ഒരിക്കലും സംഭവിക്കത്തില്ല. കൂടാതെ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ പോലെ സെൻറ്ററിലും കൂടെ ഒരു കൺസീൽഡ് ബീം കൊടുത്താൽ, കാരണം 2 മീറ്റർ നീളം ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ ഹെവി ആയിരിക്കും. ഇന്നിപ്പം കോൺക്രീറ്റൊക്കെ പ്ലാൻ ചെയ്തതാണ്. കോൺക്രീറ്റിനെ നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് വേറെ സൈറ്റ് ഉണ്ടായതുകൊണ്ട് കോൺക്രീറ്റ് വേസ്റ്റ് ആവത്തില്ല. ഈ കോൺക്രീറ്റിനെ നമ്മൾ വേറെ സൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ കറക്റ്റ് ചെയ്ത വീഡിയോയും കൂടെ ഞാനൊന്ന് കാണിക്കാം. നമ്മൾ ഇന്നലെ നമ്മളെ ബേ വിൻഡോയുടെ ഒരു സ്റ്റീലിൻ്റെ ഇഷ്യൂ അത് നമ്മളിന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ സ്റ്റീലും നമ്മൾ കറക്റ്റ് ഈ ബീം നമ്മൾ കൊടുത്ത് ഈ ബീമിൽ തന്നെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് എല്ലാ സ്റ്റീലും നമ്മൾ പ്രോപ്പറായിട്ട് ടാഗ് ചെയ്ത് ഒരു സ്റ്റീൽ പോലും ഫ്രീ ആവാത്ത രീതിയിൽ തന്നെ എല്ലാ സ്റ്റീലും ടാഗ് ചെയ്ത് അതുപോലെ 3 കൺസീൽഡ് ബീമും 2 എൻഡിലും സെൻറ്ററിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇത് പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല.